പലതരം ആയുധങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മാനവരാശിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും വിനാശകാരിയായി മാറാൻ സാധ്യതയുള്ള ആയുധം ജലമാണ്. ഇനിയൊരു ലോക യുദ്ധം ഉണ്ടായാൽ, മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ അതിനുള്ള അടിസ്ഥാന കാരണം ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും എന്ന് ഭംഗ്യാന്തരേണ പലരും പറഞ്ഞു വച്ചിട്ടുണ്ട്. അതൊട്ടൊക്കെ ശരിയാകാനും സാധ്യതയുണ്ട്. കാരണം വെള്ളം ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഈ പറഞ്ഞു വരുന്നതിൻ്റെ പശ്ചാത്തലം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഉരുണ്ടുകൂടിയിരിക്കുന്ന സംഘർഷം മറ്റൊരു തലത്തിലെത്തി നിൽക്കുകയാണ്. നമ്മുടെ അപ്പർ റൈപ്പേറിയൻ മേഖലയിലൂടെ ഒഴുകി വരുന്ന കനാലുകൾ, നദികൾ, ചാലുകൾ എല്ലാം ഇന്ത്യയിലൂടെ കുറേ നദികൾ ഒഴുകി പോകുന്നു. മഹാഭൂരിപക്ഷവും ഹിമാലയ സാനുക്കളിൽ ഉത്ഭവിക്കുന്നത് കിഴക്കോട്ട് പോകുന്ന ഗംഗ, യമുനയൊക്കെ ഒഴിച്ചു നിർത്തിയാൽ പടിഞ്ഞാറോട്ട് പോകുന്ന നദികളെല്ലാം തന്നെ പഞ്ചാബിലൂടെ, ഇന്ത്യൻ പഞ്ചാബിലൂടെയും പാകിസ്ഥാൻ പഞ്ചാബിലൂടെയും ഒഴുകി അറബിക്കടലിലെത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഈസ് ദി അപ്പർ റൈപ്പേറിയൻ ഏരിയ ആൻഡ് പാകിസ്ഥാൻ ഈസ് ദി ലോവർ റൈപ്പേറിയൻ ഏരിയ. അതായത് ഹിമാലയത്തിലെ മഞ്ഞുരുകി ഉണ്ടാകുന്ന ജലം, മഴയിൽ ലഭിക്കുന്ന ജലം, ഇതെല്ലാം തന്നെ കളക്ട് ചെയ്ത് ചാലുകളായി, ചെറിയ ചാലുകളായി, വലിയ നദികളായി വരുന്നു. അങ്ങനെയുള്ള 5 നദികളുടെ നാടാണല്ലോ പഞ്ചാബ്. ഒരു മഹാനദി, അത് മറ്റൊന്നുമല്ല സിന്ധു നദി. അതിൻ്റെ പേരിലാണല്ലോ ഒരു നാഗരികത തന്നെ ഉള്ളത്. അതിപ്പോൾ പാകിസ്ഥാനിലാണ് സിന്ധു നദിയുടെ പ്രധാന ഭാഗം. പക്ഷേ അതിലേക്ക് വന്നു ചേരുന്നതും അല്ലാതെ ഒഴുകുന്നതുമായ 5 നദികളാണ് ഇന്ത്യയുടെ പഞ്ചാബിനെയും പാകിസ്ഥാൻ പഞ്ചാബിനെയും നനച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഫെർട്ടൈലായ ഭൂമി. ആ ഭൂമിയിൽ വെള്ളമെത്തിയില്ല എങ്കിൽ അവിടെ ഗോതമ്പും ചോളവും കൃഷി ചെയ്യാനാവില്ല. കരിമ്പ്, അരി എന്ന് വേണ്ട എന്തെല്ലാം കൃഷികളാണ് അവിടെ ഉള്ളത്. പാകിസ്ഥാൻ പഞ്ചാബ് വളരെ വികസിതമാണ്, ഇന്ത്യൻ പഞ്ചാബും വികസിതമാണ്. അതിൻ്റെ ആ സമ്പദ് വ്യവസ്ഥകളുടെയൊക്കെ ജീവനാഡി എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. അതിന് വെള്ളം ആവശ്യമുണ്ട്. അത് കോമൺ പ്രിൻസിപ്പിളാണ്. ഇനി നോക്കൂ, തന്ത്രപ്രധാനമായ ആംഗിളിലേക്ക് നമുക്ക് വരാം. ഈ 5 നദികളിൽ 6 ചേർത്താൽ, സിന്ധു നദി കൂടെ ചേർത്താൽ 6 നദി. അത് 1960 ഒരു കരാർ അനുസരിച്ച് ലോക ബാങ്ക് മധ്യസ്ഥത വഹിച്ച ഇന്ത്യ പാകിസ്ഥാൻ കരാർ അനുസരിച്ച് ഈ ജലത്തിൻ്റെ വിനിയോഗം വളരെ നീതിപൂർവമായി നടക്കണം. അതിന് വെസ്റ്റേൺ റിവേഴ്സ് എന്ന് പറയുന്ന 3 റിവേഴ്സ്, സിന്ധു നദി, അതിന് പുറമെ ഝലം നദി, ചെനാബ് നദി, ഈ 3 നദികളുടെ പൂർണ്ണമായ വെള്ളത്തിൻ്റെ ഉപയോഗം പാകിസ്ഥാന് വിട്ടുകൊടുക്കുകയും മറ്റ് 3 നദികൾ രവി, ബിയാസ്, സത്ലജ്, ഈ 3 നദികളുടെ നിയന്ത്രണം ജനറലി ഇന്ത്യക്ക് വിട്ടുകൊടുക്കുകയും അതിൻ്റെ ജലത്തിൻ്റെ ഉപയോഗമാണ് പറയുന്നത്. പക്ഷേ കോമണായി വരുന്ന, ഒഴുകി വരുന്ന മേറകൾ, ഈ എല്ലാം തന്നെ ഒഴുകി വരുന്ന ഇടം സത്യം പറഞ്ഞാൽ കാശ്മീറാണ്. കാശ്മീറും പഞ്ചാബും ഒക്കെ തന്നെയാണ്. ഈ ഭാഗത്ത് യഥാർത്ഥത്തിൽ അണ കെട്ടാൻ സാധിക്കുമെങ്കിൽ അത് ഇന്ത്യക്കാണ് സാധിക്കുക. പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലാണെങ്കിൽ അത് പാകിസ്ഥാന് സാധിക്കും. അല്ല എങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുള്ള കാശ്മീരിലൂടെ ഒഴുകി വരുന്ന എല്ലാ ജലത്തിനും, അല്ലെങ്കിൽ പഞ്ചാബിലേക്ക് വരുന്ന ജലം എല്ലാം തന്നെ വൻതോതിലുള്ള അണക്കെട്ടുകൾ, അത് ഹിമാലയ സാനുക്കളിൽ നിന്ന് മുതൽ ബിഗ് ടൈം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ്, അത് വിദ്യുച്ഛക്തി ഉൽപ്പാദനത്തിന്, ജലസേചനത്തിന് തടയണ കെട്ടി അങ്ങനെ വെള്ളം ഡൈവേർട്ട് ചെയ്ത് ചാലുകളിലൂടെ, കനാലുകളിലൂടെ തലങ്ങും വിലങ്ങും പഞ്ചാബിൽ പായുന്ന കനാലുകൾ. ഇരുവശത്തും പാക് പഞ്ചാബിൽ കൂടുതൽ സ്ഥലം പാക് പഞ്ചാബിലാണ്, ഇന്ത്യൻ പഞ്ചാബിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഇവിടെ എല്ലാം തന്നെ കനാലുകളുടെ ഒരു വലിയ നെറ്റ്വർക്കാണ്. അതാണ് കൃഷിയിടത്തേക്ക് വെള്ളം എത്തിക്കുന്നത്. അല്ലാതെ സ്വാഭാവിക മഴയെ ആശ്രയിച്ചാണെങ്കിൽ വിളവെടുപ്പ് അതിനേക്കാൾ വളരെ പരിമിതമായിരിക്കും എന്നും ഓർക്കുക. അങ്ങനെ ആ കരാർ ഒരു റിയാക്ഷൻ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗവൺമെൻറ് മരവിപ്പിച്ചു. അതാണ് ഏറ്റവും ശക്തമായ തീരുമാനം. പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. ഈ ആക്രമണത്തിനെതിരെ, അല്ലെങ്കിൽ നിസ്സഹായരായ വിനോദസഞ്ചാരികൾക്ക് നേരെ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് ഒരു
തിരിച്ചടി എന്ന രീതിയിൽ ഒരുപക്ഷെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകും. പുൽവാമയ്ക്ക് ബദലായി ബാലാക്കോട്ടിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഒന്നുണ്ടാകും എന്നാണ് പാകിസ്ഥാൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളും അവരൊരുപക്ഷെ നടത്തിയിരിക്കാം. കാരണം ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമല്ലോ. വലിയ തോതിൽ ഏറിയൽ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഏറിയൽ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റൈഡാറുകളും എല്ലാം സജ്ജമാക്കി, ഏതാനും സ്ക്വാഡ്രൺ വിമാനങ്ങളും ഒക്കെ സജ്ജമാക്കി അവർ കാത്തിരിക്കുകയാണ്. കിടങ്ങ് കുഴിച്ചൊക്കെ ഇരിക്കുകയാണ്. സൈനിക മുന്നേറ്റം, കരവഴിയുള്ള മുന്നേറ്റം തടയാൻ കുഴിബോംബുകളുമായി അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നുമല്ല ഇവിടെ സംഭവിച്ചത്. ജലബോംബ് തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ ജലബോംബ് എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമായി മാത്രമേ പ്രേക്ഷകർ കരുതാവൂ. പക്ഷെ ജലം ബോംബായി മാറുന്നത് എപ്പോഴാണ്? രണ്ട് രീതിയിൽ. ഒന്ന് ഡ്രൈ ബോംബാണ് എന്ന് പറഞ്ഞാൽ അണ കെട്ടി വെള്ളം വഴിതിരിച്ചു വിടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ വെള്ളത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ലോവർ റൈപ്പേറിയൻ ഏരിയയിലെ കൃഷിയിടങ്ങൾ തരിശാകും. വെള്ളം കിട്ടാതെ അവർക്കൊന്നും ഒക്കില്ല. പിന്നെ മഴ വരുന്നവരെ കാത്തിരിക്കുക എന്നതേ ഉള്ളൂ. ഇപ്പോൾ നോക്കൂ, ഒരു ഏപ്രിൽ മെയ് മാസം ഇപ്പോൾ വെള്ളം വരവ് കൂടിയിട്ടുണ്ട്. കാരണം മുൻപ് സമ്മറിൽ തീരെ തണുത്തുറഞ്ഞു കിടക്കുമ്പോൾ തീരെ ഡിസംബർ ജനുവരി മാസത്തെ തീരെ കുറവാണ് നദികളിലെ ജലം. എന്നാൽ ഇപ്പോൾ ഹിമാലയത്തിലെ മഞ്ഞുരുകുമ്പോൾ ജലസാന്നിധ്യം വർദ്ധിക്കും. ഏറ്റവും വർദ്ധിക്കാൻ പോകുന്നത് മഴക്കാലം കൂടിയാകുമ്പോൾ ഒരു ഓഗസ്റ്റ് മാസം, ജൂലൈ അവസാനം ഓഗസ്റ്റ് ആയി കഴിയുമ്പോൾ മോൺസൂൺ വിൻസ് എല്ലാം അവിടെ എല്ലാം എത്തിക്കഴിയും. കേരളത്തിൽ ജൂണിൽ തുടങ്ങുന്നത് അവിടെ എത്തുമ്പോൾ കാശ്മീരിലൊക്കെ എത്തുമ്പോൾ ഓഗസ്റ്റ് മാസമാകും. അങ്ങനെ വലിയ തോതിലുള്ള ജലസംഭരണം സാധ്യമാകുന്നത് ഓഗസ്റ്റ് മാസമാണ്. എത്ര സംഭരിക്കണം, എങ്ങനെ വിനിയോഗിക്കണം, ഇതൊക്കെ കരാറിൽ ചില വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകൾ ഭാരതം മരവിപ്പിച്ചിരിക്കുന്നു. അതിനർത്ഥം രണ്ടാണ്. ഒന്ന്, വേണമെങ്കിൽ സിൽറ്റ്, ഈ കരാറിൽ തന്നെയുള്ള വകുപ്പാണ് ഈ അടിഞ്ഞുകൂടുന്ന അണക്കെട്ടുകളിൽ അടിഞ്ഞുകൂടുന്ന സിൽറ്റ് റിമൂവൽ. ഈ വലിയ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയാണ്. അടിത്തട്ടിൽ ചെളിയും ചേറും മണ്ണുമൊക്കെ അടിഞ്ഞുകൂടുന്നത് നീക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ജലം ഉൾക്കൊള്ളാൻ കഴിയും, കൂടുതൽ വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, ജലസേചനത്തിന് കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് പീരിയോഡിക്കായിട്ട് അത് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്തതിന് ശേഷം ഫില്ലാക്കാൻ കുറച്ച് സമയമെടുക്കും. ഈ കാര്യം റെഗുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഇന്ത്യക്ക് ഇനിയും കഴിയും. കരാറില്ലല്ലോ, കരാറില്ല എങ്കിൽ കരാർ അനുവദിക്കുന്നില്ല, അനുസരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അതൊരു കാര്യം. രണ്ട്, വലിയ തോതിൽ മഴ പെയ്യുന്ന സമയത്ത് കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിൽ നിറയുകയാണ്. അതോടൊപ്പം തന്നെ ഏറെ ജലം ഡാമിൽ സംഭരിക്കാൻ കഴിഞ്ഞാൽ ഷട്ടറുകൾ അങ്ങോട്ട് തുറന്നു വിട്ടാൽ ഒറ്റയടിക്ക് കൃഷിയിടങ്ങൾ ഒലിച്ചു പോകും. ഇതൊക്കെ ഭീകരമാണ്. അതൊരിക്കലും ഇന്ത്യ ചെയ്യുമെന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല. പക്ഷേ ഒരു സാധ്യതയാണ്. കാരണം പേടിക്കാനുള്ളത് പേടിച്ചെങ്കിലേ പറ്റൂ. ഭാരതം ചൈന വലിയ തോതിൽ അണക്കെട്ടുകൾ അരുണാചൽ പ്രദേശിൻ്റെ വടക്കൻ ഭാഗങ്ങളിലൊക്കെ, അരുണാചൽ പ്രദേശിന് അപ്പുറത്ത് ചൈനയുടെ പ്രദേശങ്ങളിൽ, ആ പ്രദേശങ്ങളിലെല്ലാം ഒരു സീരീസ് ഓഫ് അണക്കെട്ടുകൾ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ പലതും ചൈന കിട്ടുന്നത് ഉയർന്ന ഭൂമികളിലാണ്. അതെങ്ങാനും തകർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തകർത്ത് വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കയറൂരി വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതെങ്ങനെയല്ല ബ്രഹ്മപുത്ര നദി ഒഴുകി വരുന്ന പ്രദേശങ്ങളിലെല്ലാം വളരെ വലിയ വിപത്താണ് ഉണ്ടാകാൻ സാധ്യത. അതും ഒരു ജലബോംബാണ്, വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലബോംബാണ്. അപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് തന്നെ പറയുന്നത് അങ്ങനെയല്ലേ? ആ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇടുക്കി ഡാമിലേക്ക് വരികയും അത് മുഴുവൻ തകരുകയും ചെയ്താൽ എറണാകുളം ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ഒക്കെ ഒരു ഭാഗം കംപ്ലീറ്റ് ഒലിച്ചു പോവുകയാണ്. ഇതുപോലെ ഒരു സംഭവം പാകിസ്ഥാൻ ഒരുപക്ഷെ ഞെട്ടലോടുകൂടി മാത്രമേ ഇങ്ങനൊരു വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കൂ. അതുകൊണ്ട് ഒരു സമ്മർദ്ദ തന്ത്രം ആണ് ഇത് എന്ന് നിസ്സംശയം പറയാം. പാകിസ്ഥാൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? പാകിസ്ഥാൻ പ്രതികരിക്കാൻ സാധ്യത നയതന്ത്രവേദികളിൽ, ലോകവേദികളിൽ ഈ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് ഞാനിപ്പോൾ കാണുന്നത്. കാരണം ഇതാ ഞങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്നുള്ള ഒരു മുറവിളി ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ഒരുപക്ഷെ ശാന്തമായിരിക്കുന്ന പാകിസ്ഥാൻ, ഇപ്പോൾ ഞങ്ങളല്ലത് ചെയ്തത് എന്നൊക്കെ പറയുന്ന പാകിസ്ഥാൻ ഉഗ്രമായി അന്താരാഷ്ട്ര വേദികളിൽ ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് ഒരിക്കൽ കൂടി വിഷയമെത്തും. അതുമാത്രമല്ല, പാകിസ്ഥാൻ ആദ്യം സമീപിക്കാൻ പോകുന്നത് വേൾഡ് ബാങ്കിനെയാണ്. വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ തന്നെ ഒരു ഏജൻസി കൂടിയാണല്ലോ. അപ്പോൾ UNDP പദ്ധതിയൊക്കെ അനുസരിച്ച് അലോട്ട് ചെയ്യേണ്ട പണം ഇന്ത്യക്ക് വെട്ടിക്കുറയ്ക്കണം എന്നൊക്കെയുള്ള ഡിമാൻഡുകൾ പാകിസ്ഥാൻ വയ്ക്കും. ഐക്യരാഷ്ട്ര സംഘടന എങ്ങനെയാണ് അതോട് പ്രതികരിക്കുന്നത്? ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്ത്യക്ക് നേരെ സമ്മർദ്ദമുയരും, സംശയമൊന്നുമില്ല, സമ്മർദ്ദമുയരും. പാകിസ്ഥാൻ നയതന്ത്രം ആ രീതിയിൽ ഗിയറപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ജലം അടിസ്ഥാന ആവശ്യമാണ്, അത് നിഷേധിക്കാൻ പാടില്ല എന്നത് സാമാന്യ തത്വമാണ്. പക്ഷേ
ഒരു തന്ത്രമെന്ന നിലയിൽ, ഒരു ആയുധമെന്ന നിലയിൽ, ഒരു സമ്മർദ്ദതന്ത്രം എന്ന നിലയിൽ തീർച്ചയായും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പാകിസ്ഥാൻ അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യ സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ഐക്യരാഷ്ട്ര സംഘടന വിരട്ടിയാലൊന്നും ഇപ്പോൾ വിരളുന്ന രാജ്യമല്ല. ഇന്ത്യയെ പട്ടിണിക്കിടാനുമാവില്ല. അപ്പോൾ മറ്റു രാജ്യങ്ങളുമായി നല്ല ശക്തമായ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എടുത്ത ഒരു തന്ത്രപരമായ നിലപാടാണ് എന്ന് മറ്റു രാജ്യങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിനകത്താണ് ഇന്ത്യയുടെ മിടുക്കെന്ന് പറയുന്നത്. അതിന് ഇന്ത്യയുടെ നയതന്ത്ര രംഗം, വിദേശകാര്യ മന്ത്രാലയം അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അരുതാത്തത് സംഭവിക്കാതെ ഇരിക്കട്ടെ.